ചേരുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് മഞ്ജുവിളാകം ജയൻ, ഇന്ന് എന്താണ് ശരിക്കും നെയ്യാറ്റിൻകരയിൽ നടന്നത്? അവിടെ ഈ മഹാസമാധി ആയിട്ട് ഇങ്ങനെ ഒരു സംസ്കാരം നടത്തുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. അതേ രീതിയിൽ തന്നെ സന്യാസിമാരുടെ സാന്നിധ്യത്തിലായിരുന്നുവല്ലോ ഇതെല്ലാം നടന്നത്. പക്ഷെ ഇപ്പോഴും പോലീസ് പൂർണ്ണമായിട്ടും ഈ സമാധിയിലെ ദുരൂഹത മാറ്റിയിട്ടുണ്ടോ? അതായത് അവിടെ ഇന്നിപ്പോ നടന്നതെന്ന് പറയുന്നത് ഇന്നലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോടുകൂടി ആ ബോഡി നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിൽ മാറ്റുകയും ഇന്ന് നെയ്യാറ്റിൻകര വലം വയ്ക്കുകയും അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും അവിടെ ചെങ്കൽ സ്വാമിയുടെ നേതൃത്വത്തിൽ സന്യാസി ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ഷാബു പ്രസാദിലേക്ക് പോവുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ അല്പം മുമ്പ് BJP-യുടേതായിട്ടൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ശ്രീ MT രമേശാണ് പറഞ്ഞത് ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത കാര്യമാണ് നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചത് എന്ന്. അതിൽ BJP-ക്ക് അതിൽ ഒരു ബന്ധവുമില്ല എന്ന്. പക്ഷെ ഇന്നവിടെ കണ്ടത് നേരത്തെ ഈ സമാധി അതൊരു വലിയ വിവാദമാകുന്നു. പിന്നെ അവിടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കേണ്ടി വരുന്നു, പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുന്നു. അതിനുശേഷം അവിടെ വലിയൊരു ചടങ്ങായിട്ട് തന്നെ സംസ്കാരം നടത്തുകയാണ് ചെയ്തത്. അതൊരു മഹാസമാധി എന്ന രീതിയിലുള്ള പ്രഖ്യാപനവും നടത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു? ഷാബു കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം. ഷാബു പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. സത്യത്തിൽ ഇത് ആവശ്യമുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് മറുപടി പറയേണ്ടത്, ഇതിനെ ഇത്ര വലിയ സംഭവമാക്കി മാറ്റിയ, ഇത്ര വലിയ ഒരു പ്രാദേശിക വിഷയം മാത്രമായി ഒതുങ്ങിപ്പോകേണ്ട ഈ സംഭവത്തിനെ ഇത്ര വിവാദ വിഷയമാക്കിയ അധികൃതരും അതിനെ ഒരു പക്വതയില്ലാതെ കൈകാര്യം ചെയ്ത് വളർത്തിയ മാധ്യമങ്ങളും അങ്ങനെയുള്ളവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ ഈ നാട്ടിൽ എത്രയോ ആൾക്കാർ, അതായത് കുടുംബത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച് സമാധി അങ്ങനെ ഈ സമാധി എന്നുള്ള സങ്കല്പത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഇത് കിട്ടിയ അവസരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ വിവാദം ഉണ്ടാക്കാം, അതുവഴി ഹിന്ദു സമൂഹത്തിനെ ഒന്ന് കരിവാരിത്തേക്കാം, അതുവഴി ഇങ്ങനെ എന്താണ് ഹെഗിമണിയെന്നും ഫാസിസമെന്നും ഒക്കെ പറഞ്ഞ് ഒന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് കുറെ നിറം പിടിപ്പിച്ച കഥകളുമാക്കി അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ റീച്ചിന് വേണ്ടി നിറഞ്ഞു നിൽക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമവും അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നാണ് ഇതിനെ ഇത്ര വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ലല്ലോ ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെയാണല്ലോ അതിന്റെ തുടക്കം. മാത്രമല്ല, ഒരു മരണത്തിൽ സംശയമുണ്ടെങ്കിൽ അത് പരാതിയായിട്ട് ഉന്നയിക്കുന്നതിലും തെറ്റില്ല, അത് അന്വേഷിക്കുന്നതിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. അല്ല, അത് ഞാൻ ഇടപെടുന്നതിൻ്റെ അകത്ത് പ്രശ്നമൊന്നും അല്ല പറഞ്ഞു. മനുഷ്യ ഏതൊരു ഇഷ്യൂവിനെയും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിൽ അതിനെ ഇടപെട്ട് അതിനെ വലുതും ചെറുതും ഒക്കെ ആക്കാൻ കഴിയും. ഇപ്പം ആരോ കൊണ്ടും പരാതി കൊടുത്തു, അയൽവക്കത്തുള്ള ഒരാൾ പരാതി കൊടുത്തു. ശരി, ആ പരാതിയെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് ചെയ്യേണ്ടതാണ്. അതിൻ്റെതായ ഒരു നടപടി, ഒരു സംശയമുള്ള മരണം എന്ന് പറഞ്ഞ് അത് ആ വീട്ടുകാർക്ക് നോട്ടീസും കൊടുത്ത് ആ കൃത്യമായ രീതി അതിൻ്റെതായ ആ ഒരു സിസ്റ്റത്തിൽ കൂടെ നീങ്ങി പക്വതയോടെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അത് അന്നേരം തന്നെ പുറത്തെടുത്തു, പരിശോധിച്ചു, പോസ്റ്റ്മോർട്ടം ചെയ്തു, സംഭവം കഴിഞ്ഞു. അത് അങ്ങനെ അങ്ങ് തീർന്നു പോകേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. അത് കിട്ടിയ തക്കത്തിന് നോക്കൂ, എത്ര ദിവസമായി ഇതിപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ 1-2 മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതൊക്കെ മതി മനുഷ്യർക്ക്. ഞാൻ ഈ ഇന്ന ദിവസം ഞാൻ ആരോടാണ് സംസാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അത് ഇന്നലെയും ഇതൊക്കെ തന്നെയായിരുന്നു വിഷയം. സത്യത്തില് ഭാരതം ഒരു
ശാസ്ത്രീയ രംഗത്ത്, സാങ്കേതിക രംഗത്ത് ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ട ദിവസമായിരുന്നു ഇന്നലെ. സ്പേസ് ഡോക്കിംഗ് സക്സസ്ഫുൾ ആയി നടത്തിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയ ആ ദിവസം ഇവിടുത്തെ മാധ്യമങ്ങളിലെ ചർച്ച എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ല, ഇങ്ങനെയും കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലായല്ലോ. അല്ലല്ല, ഇത്തരം കാര്യങ്ങൾ അല്ല, ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നില്ലെങ്കിൽ വീണ്ടും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. ഈ പൊതുസമൂഹത്തില് ഈ മാധ്യമങ്ങൾ കാര്യം ഇത്ര വലിയൊരു അച്ചീവ്മെന്റ് ഈ രാജ്യം നേടിയ സംഭവം ഈ പൊതുസമൂഹം ചർച്ച ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അതിന്റെ പ്രാധാന്യത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ നിങ്ങളടക്കമുള്ള ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തിട്ടില്ല. അതായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകേണ്ടത്, ജനങ്ങളിൽ എത്തേണ്ടത് ആ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എൻകറേജിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എത്തേണ്ടിയിരുന്നത്. അതിന് പകരം ഈ വിവാദങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി വന്ന അത് അവിടെ തന്നെ തീരേണ്ട ഒരു ലോക്കൽ ഇഷ്യൂവിനെ കൊഴുപ്പിച്ച് നിറം പിടിപ്പിച്ച് വലുതാക്കി ഈ രീതിയിലാക്കി മാറ്റുന്നതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. റിപ്പോർട്ട് ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇത് ഇത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്ര വലിയൊരു സംഭവമായതിൽ ഒരു ഉത്തരവാദിത്വം അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ മാധ്യമങ്ങൾ കൂടിയാണ്. സംശയമൊന്നും വേണ്ട. ഇല്ലെങ്കിൽ ഇത് അവിടെ കഴിഞ്ഞേനും സംഭവം. എവിടെ കഴിഞ്ഞേനും എന്നാണ് താങ്കൾ പറയുന്നത്? അവിടെ അല്ലല്ല, ഒരു ക്രമസമാധാനമായി വളർന്നു വന്ന പ്രശ്നം അതേ രീതിയിൽ തന്നെ അവിടെ കെട്ടടങ്ങുമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അത്ര കണ്ട് അതിനുശേഷം വന്ന പ്രതികരണങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു? അതിനുശേഷം വന്ന പ്രതികരണങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു? താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പ്രതികരണങ്ങളായിരുന്നോ വന്നത്? അതുകൂടി താങ്കൾ ആലോചിക്കുക. അല്ല, താങ്കൾ ആദ്യം പറഞ്ഞു ഈ ഹൈന്ദവ ആചാരങ്ങളെ കരിവാരി തേക്കുവാനുള്ള ശ്രമം നടന്നുവെന്ന്. ഹൈന്ദവ ആചാരങ്ങളെ കരിവാരി തേക്കുവാനുള്ള ശ്രമം നടന്നുവെന്ന് പോലും താങ്കൾ പറയുകയുണ്ടായി. ഒരു ദുരൂഹമരണം സംഭവിച്ചപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അതല്ല ഞാൻ പറയാം. ഇപ്പൊ ഒരു കാര്യം, ആ കുടുംബം എന്ന് പറയുന്നത് അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ വളരെ വലിയ ഒരു വിശ്വാസ തീവ്രതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കുന്ന ആ കറച്ച് നമ്മുടെയൊക്കെ ലോജിക്കിന്, സാധാരണ മനുഷ്യരുടെ ലോജിക്കിന് വഴങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും ഉണ്ടാവില്ല എന്നും നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും മൈക്യം കൊണ്ട് ചെന്ന് അവരെ പ്രൊവോക്ക് ചെയ്ത് പറയിച്ച് ഇതിന്റെയൊക്കെ പേരാണ്. അതത്ര നിഷ്കളങ്കമാണ് എന്നൊന്നും കരുതാനാവില്ല മഞ്ജുഷേ. ശരിയാണ്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് റീച്ച്, അതിൻ്റെ അകത്തൂടെ കിട്ടുന്ന പരസ്യ വരുമാനം, ഇതൊക്കെ പ്രശ്നമാണ്, ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവുമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ഈ അവകാശത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അതേ നിങ്ങൾ തന്നെ പറയരുത് ഇതെന്തിനാണ് ഇത്ര വലിയ സംഭവമാവുന്നത്, ഇത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഇത് ഇവിടെ വരെ കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ ചോദിക്കുന്നതിൻ്റെ അകത്തെ ആ വിചിത്രമായ സമീപനമാണ് ഞാൻ ചൂണ്ടിട്ടത്. ഹൈന്ദവാചാരങ്ങളെ കരിവാരി തേക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞതിനുള്ള മറുപടി കൂടി. ആ ഹൈന്ദവാചാരങ്ങളെ അതായത് ഇതിൻ്റെ അകത്തൂടെ എന്താണ് പറയുക? കാര്യം ആൾക്കാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ നമ്മുടെയൊക്കെ ഒരു സാമാന്യ ലോജിക്കിനെ വഴങ്ങുന്ന രീതിയിൽ, സാമാന്യ ലോജിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലല്ല അവരുടെ പ്രതികരണം. ഞാൻ പറഞ്ഞല്ലോ, അവര് ഈ ഇദ്ദേഹത്തിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവർ ആ തീവ്രമായ ഒരു വിശ്വാസ തീവ്രതയിൽ ജീവിക്കുന്നവരാണ്. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ അവരവരുടെ വിശ്വാസം വിട്ട് ജീവിക്കുന്നവരാണ്. അവരെ കൊണ്ട് ഇത് വീണ്ടും പറയിച്ച് എന്നിട്ട് ദൈവം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയതല്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? സമാധി എന്ന് പറയുന്ന ഈ 20ാം നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്നത് സയന്റിഫിക് ടെമ്പറിന്റെ ലോകത്ത് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ, അതായത് അതിൻ്റെ അത് വ്യംഗ്യമായി പറഞ്ഞു വെക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ചില സിസ്റ്റംസ് അത് ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യങ്ങളാണ്. പൊതുസമൂഹത്തിനോ മറ്റുള്ളവർക്കോ പ്രശ്നമുണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. അങ്ങനെ ഉപദ്രവമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു പരാതി വന്നത്. പറഞ്ഞില്ലേ, ഒരു മാൻ മിസ്സിംഗ് കേസാണ്. അത് നിസ്സാരമാണോ? മാൻ മിസ്സിംഗ് കേസ് നിസ്സാരമാണോ? നിസ്സാരമാണെന്ന് ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും അത് കാണാതെയും അറിയാതെയും ഇരിക്കേണ്ടതാണോ?
നിസ്സാരമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാൻ മിസ്സിംഗ് കേസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല അത്. പക്ഷേ ഇവിടെ അങ്ങനെ കേരളത്തിൽ ഒരുപാട് കേസുകൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടം പോലെ കേസുകളുണ്ടാകും. അതുപോലെ പോലീസ് വരുമ്പോൾ, എന്തെങ്കിലും അന്വേഷണത്തിന് വരുമ്പോൾ പ്രതിഷേധമുണ്ടാകുന്നത്, പോലീസിനെ തടയല്, അധികൃതരെ തടയല്, ഇതൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ട് മക്കൾ അച്ഛനെ സമാധിയാക്കി എന്നത് കേരളം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കൾ അച്ഛനെ സമാധിയാക്കി, അല്ല ആരും അറിയാതെ സമാധിയാക്കി പിന്നെ ഒരു ഫ്ലെക്സ് വെക്കുന്നു, ഇതാരും കേട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ടോ? 64 പേര് ചേർന്ന ഒരു 13കാരിയെ വർഷങ്ങളോളം ബലാത്സംഗം ചെയ്ത് കേരളം കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിന്റെ തീവ്രതയോടുകൂടി തന്നെ അതിന്റെ റിപ്പോർട്ടും ചെയ്തു. ഇവിടെ എവിടെയെങ്കിലും ചർച്ച ചെയ്തോ? ചർച്ച ചെയ്തില്ല. താങ്കൾ അങ്ങനെ മെറിറ്റിലേക്ക് കടക്കരുത്. അല്ല ഞാൻ പറഞ്ഞു വരും. അല്ലല്ല, ഇതുണ്ടല്ലോ ഈ അച്ഛനെ മക്കൾ സമാധിയാക്കി എന്നുള്ള കാര്യം, അത് ഈ വിഷയം അതിന്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അത് കേൾക്കാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണല്ലോ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പൊതുസമൂഹം ചോദിച്ചതും ശ്രീ ഷാബു പ്രസാദ്. ഈ വിഷയം നിങ്ങൾ ഇത് എത്രാമത്തെ ദിവസമാണ് ചർച്ച ചെയ്യുന്നത്? എത്രാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത്? ഈ കേരളത്തിൽ ചർച്ച ചെയ്യാൻ മറ്റൊരു പറയാതെ എത്രയോ വിഷയങ്ങൾ അതിനിടയിൽ വന്നു, എത്രയോ വിഷയങ്ങൾ അതിനിടയിൽ വന്നു. ഞാൻ ഓരോ വിഷയം എടുത്ത് പറയണോ? ഇതിപ്പോ മൂന്നാമത്തെയോ നാലാമത്തെ തവണയാണ് ഇതേ വിഷയം. എന്റെ ഷാബു, ഒരു അച്ഛനെ മക്കൾ ചേർന്ന് സമാധിയാക്കി എന്ന വാർത്ത വരുന്നു. അതിൽ ആ സമാധിക്കല്ലറ പൊളിക്കാനായിട്ട് ചെന്ന പോലീസിനെയും ഫോറൻസിക് സംഘത്തെയും തടയുന്നു. അത് പിന്നീട് വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുന്നു, ചേരി തിരിഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കേറ്റത്തിലേക്ക് പോകുന്നു. ഇതൊന്നും ഈ പൊതുസമൂഹം അറിഞ്ഞതായി ഭാവിക്കേണ്ട. നിങ്ങൾ മിണ്ടരുത്, അവിടെ പോയി ഇരുന്നോളൂ എന്നാണോ? പറ്റില്ല. അതിന് ശ്രീ ജോർജ് ജോസഫ്, ഈ മരണത്തിലെ ദുരൂഹത മാറിയിട്ടുണ്ടോ? ഈ മരണത്തിലെ ദുരൂഹത മാറിയിട്ടുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞു വരുന്നത് അതാണ്, മിണ്ടരുത്, ഇത് ഹൈന്ദവ ആചാരങ്ങളെ തൊടുന്ന കാര്യമാണ്, ഇവിടെ മിണ്ടരുത്, വാഴച്ച് അവിടെ ഇരുന്നോണമെന്ന്, എന്ത് ചർച്ച ചെയ്യണമെന്ന് താങ്കൾ ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന്. അങ്ങനെയല്ലത്. ഞാൻ പറയാത്ത കാര്യം എന്റെ വായിൽ തിരികരുത്. ഞാൻ അതല്ല പറഞ്ഞത്. ഇത് അവിടെ ഒരു ക്രമസമാധാന ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് ഉണ്ടായി. അത് പോലീസ് അതിൻ്റെതായ രീതിയിൽ പോലീസും അധികൃതരും അതിന്റെ നടപടികൾ എടുത്തു, അന്വേഷിക്കുന്നു. അത് അവിടെ ഒരു ലോക്കൽ ഇഷ്യൂ ആയിട്ട് പ്രാദേശിക വിഷയമായിട്ട് തീരുന്നു അല്ല അത്. ഷാബു, പ്രാദേശിക വിഷയമായിട്ട് തീരുന്ന വിഷയം അല്ല അത്. താങ്കൾ ഇത്രയും പരിചിതനാണല്ലോ ഈ പൊതുസമൂഹത്തിന്റെ പൾസിൽ, താങ്കൾക്ക് അറിയാമല്ലോ അത് എങ്ങനെയായിരിക്കുമെന്ന്. ആ ഒരു പ്രാദേശിക വിഷയമായിട്ട് അത് എരിഞ്ഞടങ്ങുമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വളരെ സമർത്ഥമായിട്ട് തന്നെ അതിൽ ജില്ലാ ഭരണകൂടവും ഇടപെട്ടു, പോലീസും ഇടപെട്ടു. അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇരു സംഘങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയമാണ് ഇത് സെൻസേഷണലൈസ് ചെയ്ത് ഇതിന്റെ അകത്തൂടെ പരമാവധി റീച്ചും അതിന്റെ അകത്തൂടെ കിട്ടുന്ന പരസ്യ വരുമാനവും വ്യൂവും ഒക്കെ തന്നെയാണ് മാധ്യമങ്ങളുടെ പ്രശ്നം. താങ്കൾ ഈ മാധ്യമങ്ങളുടെ തലയിലേക്ക് കയറാതെ അവിടെ ഉണ്ടായ പ്രശ്നത്തിന്റെ വ്യാപ്തി താങ്കൾ നോക്കൂ. അത് ഇല്ലാതാക്കിയതിലും ഒരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ തോന്നാത്തത് എന്താണ്? ശ്രീ